ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എക്സാം ബൈ ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേയുടെ ലാസ്റ്റ് ഹവേഴ്സിലാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1:30-2 മണി ആയിട്ടുണ്ട്. ഇനി ഒരു നെക്സ്റ്റ് 10 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ഈ വർഷത്തെ ഫൗണ്ടേഷൻ കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഫാക്കൾട്ടീസിനോടൊക്കെ ഒന്ന് നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് അവർ ഓരോരുത്തരും ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ്സിൽ അവരുടെ ഒരു തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ ഷഫീർ സാർ ഓൾറെഡി പത്രമൊക്കെ വായിച്ചിരിക്കുന്നുണ്ട്. പുതിയ ശീലങ്ങളാണ്. അപ്പോൾ പത്രത്തിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കുറേ ഡീറ്റെയിൽസ്, ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഇതെല്ലാം കൂടെ വായിച്ച് പഠിക്കുക എന്നുള്ളത് എന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷഫീർ സാറിന് എന്താ തോന്നുന്നത്, ഇപ്പോൾ ഈ പത്രം മുഴുവൻ സമ്മറൈസ് ചെയ്ത് നമുക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പോലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ സമ്മറൈസ് ചെയ്തിട്ട് പഠിക്കാനുള്ള കാര്യം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ആക്ച്വലി അത് തന്നെയാണ് നമ്മുടെ എക്സാം ബൈ ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലും ചെയ്തിട്ടുള്ളത്. ഇത്രയും കുട്ടികൾക്ക് നമ്മളൊരു കോഴ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലോങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആ ഇൻഫർമേഷൻ മുഴുവൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും സമ്മറൈസ് ചെയ്ത് 5-10 മിനിറ്റുള്ള ചെറിയ വീഡിയോസ് ആയിട്ടാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഓരോ 10 മിനിറ്റിൻ്റെ വീഡിയോ കഴിഞ്ഞാലും കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് അവർക്ക് ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ട്. നമ്മുടെ ഒരു 6th to 10th ഏകദേശം ഒരു 2500 അടുത്ത് വരെ സ്റ്റുഡൻസ് എത്തി. ഈ സ്റ്റുഡൻസ് എല്ലാവരും നമ്മുടെ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആൾക്കാരുടെ അടുത്ത് പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് ലതിക മാമും ബാസിൽ ചെറുതെ ഇറങ്ങി പോവാണ്. പോകുന്ന വഴിക്ക് പിടിക്കാം. എങ്ങോട്ടത് ഓടി പോകുന്നത്? മെന്റേഴ്സ് മീറ്റിങ്ങിന്. ഓക്കെ, എന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? എക്സാം സീസൺ ഒക്കെ ആണല്ലോ, അപ്പോൾ കുട്ടികളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് പണികളിലാണ് മെന്റേഴ്സ് ഉള്ളത്. അപ്പോൾ അവരൊന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് ആണ് അവരുടെ എക്സാം സമയമാകുമ്പോൾ അവരെ ഫുൾ ഫോളോ അപ്പ് ചെയ്ത്, എക്സാം സമയമല്ല മൊത്തം ഫുൾ ടൈമിൽ ക്ലാസ്സുകൾ കാണുന്നുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കി അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്കുള്ള ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് മെന്റേഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരന്റ്സിന് ഏത് സമയമാണെങ്കിലും സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് അറിയണമെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അല്ലേ സപ്പോർട്ട് ചെയ്യണമെങ്കിലൊക്കെ മെന്റേഴ്സ് ത്രൂ ഔട്ട് ഉണ്ടാവും. ഫുൾ ഇയർ അക്കാഡമിക് ഇയറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മീറ്റിംഗ് നടക്കട്ടെ. അവർ നമ്മൾ അധികം ഇതാക്കില്ല, കാരണം എക്സാം സമയമൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇനി ഇവിടെ നമ്മുടെ ഒരുപാട് ഫാക്കൽറ്റീസും ആളുകളൊക്കെ ഉണ്ട്. സിദ്ധാർത്ഥ് സാറും അബ്ഷർ സാറും ഭയങ്കരമായിട്ടുള്ള മാരകമായിട്ടുള്ള വർക്കിലാണ്. എന്താ പരിപാടി? നിങ്ങൾ IOQM-ന്റെ 2021 പേപ്പർ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IOQM-ന്റെ, പക്ഷേ ഈ IOQM എന്നുള്ള ടേം ഒന്നും അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, പൊതുവേ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് ഒക്കെ ഒളിമ്പ്യാഡ് എക്സാംസ് അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നത് കുറവാണ്. സോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ കോച്ചിങ് കൊടുക്കുന്നത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ ഒളിമ്പ്യാഡ് എക്സാംസ്, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ സ്പെഷ്യൽ കോച്ചിങ് കൂടെ കൊടുക്കുന്നത്. സാധാരണ സ്കൂളിലൊക്കെയുള്ള എക്സാമിന് പുറമെ ഇതുപോലത്തെ മത്സര പരീക്ഷകൾ, കോമ്പറ്റീവ് എക്സാമുകൾ, സ്കോളർഷിപ്പ് ഉള്ള എക്സാമുകൾ, അതുപോലത്തെ എക്സാമുകൾക്കുള്ള അഡീഷണൽ കോച്ചിങ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ IOQM-ന്റെ വീഡിയോസ് ഒക്കെ വൈകാതെ നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ വരുന്നത് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് സാറാണ് ഒളിമ്പ്യാഡ് ചാനലിന്റെ ഇൻചാർജ് ആയിട്ടുള്ളത്. അപ്പോൾ വൈകാതെ തന്നെ വീഡിയോസ് ഒക്കെ വരും. അബ്ഷർ സാറിന്റെ മാരകമായിട്ടുള്ള സോൾവിംഗ് ഒക്കെ നമുക്ക് അതിൽ കാണാം. യെസ്, അപ്പോൾ ഇവരിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലായാലും നമ്മുടെ കോഴ്സിലാണെങ്കിലൊക്കെ ബോർഡ് എക്സാമിൽ അല്ലാതെ തന്നെ ബോർഡ് എക്സാമിലുള്ള കവർ ചെയ്യും. അതിന് കൂടെ തന്നെ കോമ്പറ്റീവ് എക്സാമുകൾക്കുള്ള കണ്ടന്റ് കൂടി നമ്മുടെ കോഴ്സിൽ, ഫൗണ്ടേഷൻ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോഴ്സിൽ വെറുതെ കവർ ചെയ്താൽ മാത്രം പോരാ. നമുക്കതിന് അവർക്ക് പഠിപ്പിക്കണമെങ്കിൽ അതിന് വീഡിയോസ് വേണം, മെറ്റീരിയൽസ് ഒക്കെ വേണം. അപ്പോൾ ഇവിടെ ഓൾറെഡി റമീസ് സാർ കുറേ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ റമീസ് സാർ അതിന് മുന്നിലൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണല്ലേ. അപ്പം മുന്നിൽ ഫസ്റ്റ് ഇതേതാ? നാൻത്തിന്റെ മാത്തമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, കയ്യിലുള്ളത് വർക്ക് ബുക്ക് ആണല്ലേ. മാത്സിന് വർക്ക് ബുക്കും ടെക്സ്റ്റ് ബുക്കും സെപ്പറേറ്റ് ഉള്ള രൂപത്തിൽ തന്നെ ഉണ്ടല്ലോ. യെസ്. അപ്പൊ ഇതില് കുറെ കണ്ടന്റ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഇതിലുള്ള സ്പെഷ്യാലിറ്റി? സോ നമുക്ക് ഓരോരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ ഉണ്ടാക്കിയ ടെക്സ്റ്റ് ബുക്സ് ആണ്, വർക്ക് ബുക്കാണ്. ഇപ്പോൾ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കും വരുന്നുണ്ട്, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വർക്ക് ബുക്കും വരുന്നുണ്ട്. ആൻഡ് ഈ വർക്ക് ബുക്കില് ലെവൽ 1, ലെവൽ 2 അതിന്റെ ലെവൽ അനുസരിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ലെവൽ 1, ലെവൽ 3 ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ കെമിസ്ട്രിക്ക് വേറെ സെപ്പറേറ്റ് ബുക്സ് വരുന്നുണ്ട്. കെമിസ്ട്രിയുടെ ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ. പക്ഷേ ഇത് സയൻസ് മാത്രമുള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ. ഓക്കെ, നമ്മളെ 6-7 ഫൗണ്ടേഷൻ അതിന്റെ ഒരു ബേസിക് കൊടുക്കാനുള്ള രീതിയിലാണല്ലോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. 6-7 കളർഫുൾ ആയിട്ടുള്ള ബുക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കണ്ടന്റ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, വർക്ക് ബുക്കുകളിൽ കവർ ആകുന്നുണ്ട്. കുട്ടികൾ കവർ ചെയ്യാൻ പറ്റുന്ന കോമ്പറ്റീവ് എക്സാംസിൽ NTSC അല്ലെങ്കിൽ JEE, NEET എക്സാംസിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ
ഇവർക്കും കവർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? അത് ചെയ്യുന്നത്. യെസ് യെസ്. അപ്പോൾ നടക്കട്ടെ, പ്രിപ്പറേഷൻ നടക്കട്ടെ. അഫ്തർ സാറും ഇവിടെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ലൈവിനുള്ള പരിപാടി ഒന്നുമില്ലേ? ലൈവ് ഉണ്ട്, ഇന്നുണ്ടോ? സ്പെഷ്യൽ ബാച്ചിന്റെ ലൈവ് ഉണ്ട്. സ്പെഷ്യൽ ബാച്ചിന്റെ ഓക്കെ. അതിന്റെ പക്ഷേ സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള കുറെ ആളുകൾക്ക് നമുക്ക് സ്പെഷ്യലും സൂപ്പർ ബാച്ച് അങ്ങനത്തെ ചില ബാച്ചുകളൊക്കെ ഉണ്ടല്ലേ? നമുക്ക് നോർമൽ ആയിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ, നമ്മൾ റെക്കോർഡ് ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ തന്നെ നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സിനും സ്പെഷ്യൽ ആയിട്ട് ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ് വെക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ആ എക്സാംസ് ഒക്കെ നടത്തിയതിന് ശേഷം അതിൽ നല്ല, അതായത് ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞ ഒരു ബാച്ച് ഉണ്ട്. അതിന് പുറമെ തന്നെ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന അതിലും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് ഉണ്ടാവുക. സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞ ഒരു ബാച്ചും ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ലെവൽ 1 ലെവൽ 2 നമ്മുടെ വർക്ക് ബുക്കിലുള്ള റമി സാർ പറഞ്ഞ വർക്ക് ബുക്കിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുക. അതിന് പുറമെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് എക്സാംസിന് വന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അവരുടെ എക്സാംസിന് അതേപോലെ തന്നെ ടേം എക്സാം, സ്കൂൾ എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ. അപ്പോൾ നേരത്തെ ഷഫീർ സർ സ്റ്റാർട്ടിങ്ങിൽ പറയും നമ്മൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ് വീഡിയോസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും ഈ സ്റ്റഡി മെറ്റീരിയൽസും അതിന്റെ അഡീഷണൽ ആയിട്ട് ഇതുപോലത്തെ ഒളിമ്പിയാഡ് പോലത്തെ എക്സാമുകൾക്കുള്ള കോച്ചിങ് കാര്യങ്ങളും അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നേരത്തെ ബാസിൽ സാറും ലളിതാവും ഇപ്പോൾ പോയി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മെന്റർഷിപ്പിനെ കുറിച്ച് അവരോട് ചോദിക്കായിരുന്നു. അത് വീഡിയോസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. മെന്റർഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ മെന്റർഷിപ്പും എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ആക്ച്വലി ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. ഇതൊരു കേവലം ട്യൂഷൻ പോലെ സ്റ്റുഡൻസിന് ഒരുപാട് വീഡിയോസ് പ്രൊവൈഡ് ചെയ്തിട്ട് അവരോട് പഠിക്കാൻ പറയുന്ന പരിപാടിയല്ല. ത്രൂ ഔട്ട് അവരെ മോണിറ്റർ ചെയ്തിട്ട് അവരുടെ സ്കില്ലുകളെ എൻഹാൻസ് ചെയ്യിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കംപ്ലീറ്റ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസും കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റുഡൻസിലോട് എത്തിക്കുന്നത് നമ്മുടെ ആപ്പ് വഴി നമ്മുടെ നജാത്താണ്. അപ്പോൾ നജാത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് തന്നെ ഒരുപാട് കോളങ്ങളുള്ള ഒരു എക്സൽ ഷീറ്റ് ആണ് അല്ലെ, ഇവർക്കുള്ള ഷെഡ്യൂളാണ് അല്ലേ? അവരുടെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ലൈവിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂമിലാണ് ലൈവ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓരോ ദിവസവും അവർ ഏത് ക്ലാസ് കാണണം, എത്ര ക്ലാസ് കാണണം, അതുപോലെ തന്നെ അവർ എക്സാം എന്നാണ്, എപ്പോഴൊക്കെയാണ് ടൈം എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ ഈ ഷെഡ്യൂൾ വെച്ചിട്ടാണ്. അപ്പോൾ നജാത്താണ് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോ ലൈബ്രറി പ്രൊവൈഡ് ചെയ്തിട്ട് സ്റ്റുഡൻസിനോട് ക്ലാസ് കാണുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ ഓരോ ദിവസവും ഏത് ചാപ്റ്ററിലെ ഏത് ടോപ്പിക് കാണണം, എന്ന് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അത് ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഓരോ മന്ത്ലി ഷെഡ്യൂളുകൾ, വീക്ക്ലി ഷെഡ്യൂൾ, ഡെയിലി ഷെഡ്യൂൾ കാര്യങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു 10 ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വർഷത്തെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ടീം ഇപ്പോൾ ഇതിൽ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തോട് കൂടി നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിലോട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നു. ഇനിയും ആർക്കെങ്കിലും ഈ ഒരു നെക്സ്റ്റ് ഫ്യൂ അവേഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഇന്നായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. ഇന്നത്തോടു കൂടി ലാസ്റ്റ് ബാച്ചുകളെല്ലാം ക്ലോസ് ചെയ്യാണ്.